إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ആദരണീയരായ വിശ്വസിനികളെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സകല സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കുകയും യഥാർത്ഥ മുസ്ലിങ്ങളായി മരണം വരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സ്വഹാബി സുഹൈബ് റൂമി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ വളഞ്ഞു. അവർ പറഞ്ഞു, സുഹൈബ്, ഒന്നുമല്ലാത്ത നീ പേരും അർത്ഥവുമുള്ളവനായി മാറിയത് ഈ മക്കയിൽ വന്നതിന് ശേഷമാണ്. നീ ഇന്ന് സമ്പന്നനാണെങ്കിൽ നിന്നെ സമ്പന്നനാക്കിയത് ഈ മക്കയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അധ്വാനിച്ച പണവുമായി നിന്നെ ഹിജ്റ പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ചരിത്രത്തിൽ കാണാം, റോമക്കാരനായ സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇറാഖുമായുള്ള യുദ്ധത്തിൽ ബന്ദിയായി പിടിക്കപ്പെടുകയും ഇറാഖിൽ അടിമയായി ജീവിക്കുകയും എങ്ങനെയോ മക്കയിൽ എത്തിപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് സമ്പത്തിൻ്റെ കൊടുമുടിയിലേക്ക് അദ്ദേഹം എത്തി. അങ്ങനെയുള്ള സഹാബിയോടാണ് പറയുന്നത്, ഒന്നുകിൽ നിനക്ക് നിന്റെ സമ്പത്തുമായി മക്കയിൽ നിൽക്കാം, അല്ലെങ്കിൽ നിന്റെ സമ്പത്തൊക്കെ ഉപേക്ഷിച്ച് നിനക്ക് ഹിജ്റ പോകാം. സ്വഹാബിക്ക്
മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. തൻ്റെ സമ്പത്ത് മുഴുവനും അവിടെ ഉപേക്ഷിച്ച് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഹിജറ പോകാൻ അദ്ദേഹം തയ്യാറായി. ഈ സ്വഹാബിയെ പറ്റിയാണ് പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ലാഹ്. മനുഷ്യരിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വശരീരത്തെ തന്നെ വിൽക്കാൻ തയ്യാറായ ആളുകൾ. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. തൻ്റെ അടിമകളോട് അള്ളാഹു അത്യധികം ദയയുള്ളവനാകുന്നു എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ദുനിയാവിലെ ജനങ്ങളുടെ പ്രീതിയല്ല, മറിച്ച് നാളെ പരലോകത്ത് എനിക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കണമെങ്കിൽ എന്നെ റബ്ബ് തൃപ്തിപ്പെടണം, അള്ളാഹുവിൻ്റെ പ്രീതി ഞാൻ കരസ്ഥമാക്കണം എന്ന ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായി കൊണ്ടാണ് ഒരു വിശ്വാസി ഏതൊരു പ്രവർത്തനത്തിലും ഏർപ്പെടുക. സ്വഹാബിമാരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. അല്ലാഹുവിൽ നിന്നുള്ള ഫളലും അവൻ്റെ തൃപ്തിയും ആഗ്രഹിക്കുന്നവരും അത് പ്രതീക്ഷിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാകുന്നു സ്വഹാബിമാർ എന്നാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 48-ാം അധ്യായം സൂറത്തുൽ ഫത്ഹിലെ 29-ാമത്തെ ആയത്താണ്. വിശ്വാസിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്, വിശ്വാസിക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അവൻ കാണുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. ഭാര്യയുടെ തൃപ്തിയല്ല, ഭർത്താവിൻ്റെ തൃപ്തിയല്ല, മാതാപിതാക്കളുടെ തൃപ്തിയല്ല. അതൊക്കെ ആഗ്രഹിക്കുമ്പോഴും അതൊക്കെ ആവശ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴും അവൻ ഏറ്റവും പ്രധാനമായി കാണുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കും. അള്ളാഹുവിൻ്റെ തൃപ്തിക്കെതിരായ ഒരു പ്രവർത്തനവും വിശ്വാസിയുടെ പ്രവർത്തനമായി കൊണ്ടുണ്ടാവുകയില്ല എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ദുഃഖിച്ചു. ഇന്നൽ ഐന തദ്മ, നബി പറയാണ്, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. വൽ ഖൽബ യഹ്സുൻ, ഹൃദയം ഏറെ ദുഃഖിക്കുന്നുണ്ട്. വലാ നഖൂലു ലക ഇല്ലാ മാ യർളാ റബ്ബനാ, ഞങ്ങളുടെ റബ്ബ് ഇഷ്ടപ്പെടാത്ത, അവൻ്റെ തൃപ്തിയില്ലാത്ത ഒരു വാക്കും എന്നാലും ഞാൻ പറയുകയില്ല, ഞങ്ങൾ പറയുകയില്ല. വ ഇന്ന ഫിറാഖുക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, ഹേ ഇബ്രാഹിം, നിന്റെ വേർപാട് എനിക്കേറെ ദുഃഖമുണ്ടാക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിനേറെ ദുഃഖമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ റബ്ബ് ഇഷ്ടപ്പെടാത്ത, അവൻ്റെ തൃപ്തിയില്ലാത്ത ഒരു വാക്ക് പോലും ഞാൻ പറയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ 1303-ാമത്തെ ഹദീസാണ്. അപ്പം അള്ളാഹിൻ്റെ തൃപ്തിയാണ് വിശ്വസിക്ക് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത്. എന്നാൽ സത്യനിഷേധികളായ ആളുകളെ പറ്റി അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. തീർച്ചയായും നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്തവരും വറളൂ ബിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിൽ തൃപ്തിയടയുകയും ചെയ്യുന്ന ആളുകൾ, വത്മഅന്നു ബിഹാ, അതിൽ സമാധാനമടയുകയും ചെയ്യുന്നവർ, വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, നമ്മുടെ ആയത്തുകളെ പറ്റി അശ്രദ്ധരായി കഴിയുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക മഅവാഹുമുൻ നാർ, അവരുടെ സങ്കേതം നരകമാകുന്നു. ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചത് നിമിത്തം. പരിശുദ്ധ ഖുർആനിൻ്റെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 6-7 ആയത്തുകളാണ്. നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തിയ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, യാ അഹ്ലൽ ജന്ന, ഹേ സ്വർഗക്കാരെ. ആ സമയത്ത് സ്വർഗക്കാര് പറയും, ലബ്ബൈക വ സഅദൈക, അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം ചെയ്യുന്നു. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു ചോദിക്കും, ഹൽ റളീതും, നിങ്ങൾക്ക് തൃപ്തിയായോ, നിങ്ങൾക്ക് സ്വർഗം ഇഷ്ടപ്പെട്ടോ, സ്വർഗത്തിലെ അനുഭൂതികൾ നിങ്ങൾക്ക് തൃപ്തകരമായോ എന്നവരോട് ചോദിക്കും. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയത്തിന്റെ ചിന്താമണ്ഡലത്തിന്റെ അരികത്ത് പോലും സ്ഥാനം പിടിക്കാത്ത സുഖാസ്വാദ്യങ്ങളുടെ, സുഖാനുഭൂതിയുടെ സ്വർഗം അനുഭവിച്ച ആളുകൾ ചോദിക്കുകയാണ്,
ഹൽ റദീതും, നിങ്ങൾക്ക് സ്വർഗം ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് തൃപ്തിയായോ? ഫയഖൂലൂൻ വമാ ലനാ ലാ നർളാ. അപ്പോൾ സ്വർഗ്ഗക്കാർ പറയും, അല്ലാഹുവേ ഞങ്ങൾക്ക് എങ്ങനെ തൃപ്തിപ്പെടാതിരിക്കാൻ കഴിയും? വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക, നിന്റെ ഒരു അടിമക്കും നൽകാത്ത അത്രയും വലിയ അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അന ഉഅതീകും അഫ്ളലു മിൻ ദാലിക, ഇതിനേക്കാൾ, ഈ സ്വർഗത്തിലെ അനുഭവങ്ങളേക്കാൾ, ഈ സ്വർഗത്തിൽ നിങ്ങൾ ആസ്വദിച്ച ആസ്വാദ്യങ്ങളേക്കാൾ ഏറ്റവും അഫ്ളലായത്, ഏറെ ശ്രേഷ്ഠകരമായത് ഞാൻ നിങ്ങൾക്ക് നൽകാം. ആ സമയത്ത് സ്വർഗാവകാശികൾക്ക് ജിജ്ഞാസയാകും. അവർ ചോദിക്കും, യാ റബ്ബ് വഅയ്യു ശൈഇൻ അഫ്ളലു മിൻ ദാലിക്, ഇതിനേക്കാളും അഫ്ളലായ മറ്റെന്താണ് റബ്ബേ? ആ സമയത്ത് അല്ലാഹു പറയും, വഹില്ല അലൈക്കും റിദ്വാനി, നിങ്ങൾക്ക് എൻ്റെ തൃപ്തി അനുവദനീയമായിരിക്കുന്നു. ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദാ, ഞാൻ നിങ്ങളോട് ഇനി തീരെ കോപിക്കുകയില്ല. അള്ളാഹിൻ്റെ തൃപ്തി അവർക്കാണ് ലഭിക്കും. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹിൻ്റെ തൃപ്തി എന്നത്. ഇതിനേക്കാളും അഫ്ദലായതെന്ന് പറഞ്ഞ അല്ലാഹു പറയാണ്, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുന്നു, ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വഹീഹുൽ ബുഖാരിയിലെ 6549 ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിൻ്റെ തൃപ്തി നേടാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാനും സൽക്കർമ്മങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരോ അവരാകുന്നു സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് റബ്ബിൽ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുണ്ട്. ഖാലിദീന ഫീഹാ അബദാ, ആ സ്വർഗ തോപ്പുകളിൽ അവർ ശാശ്വതമായി വസിക്കുന്നവരായിരിക്കും. റളിയല്ലാഹു അൻഹും വറളു അൻ, അല്ലാഹു അവരെയും അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെടും. ദാലിക ലിമൻ ഖശിയ റബ്ബ, തൻ്റെ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്കുള്ള സങ്കേതമാകുന്നു ആ സ്വർഗം. പരിശുദ്ധ ഖുർആനിൻ്റെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയിലെ 7-8 ആയത്തുകളാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഈമാനും അഅമാലുസ് സ്വാലിഹാത്തുകളും നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ തൃപ്തി നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അല്ലാഹുവിൻ്റെ സ്വർഗം അത് നമുക്ക് നേടാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ മൂസ അലൈഹിസ്സലാം സീനാ പർവ്വതത്തിൻ്റെ അടുത്തേക്ക് തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി വേഗത്തിൽ വന്ന സന്ദർഭം. ആ സമയത്ത് അല്ലാഹു ചോദിക്കുകയാണ്, അമാ അഅജലക അൻ ഖൗമിക യാ മൂസ, ഹേ മൂസ, നിന്റെ സമൂഹത്തെ വിട്ട് ധൃതിയിൽ നീ വരാൻ എന്താണ് കാരണം? ആ സമയത്ത് മൂസ അലൈഹിസ്സലാം പറയുന്നു, ഖാലഹും ഉലാഇ അലാ അസരി വഅജ്ജിൽതു ഇലൈക റബ്ബി ലിതർളാ, അല്ലാഹുവേ എൻ്റെ റബ്ബേ, അവരെൻ്റെ ബാക്കിൽ തന്നെയുണ്ട്. ഞാൻ നിന്റെ അടുത്തേക്ക് ധൃതിപ്പെട്ടു വന്നത് നീ എന്നെ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാകുന്നു എന്നാണ്. സൂറത്തു ത്വാഹ 83-84 ആയത്തുകളാണ്. ധൃതിയിൽ ധാരാളമായി കൊണ്ട് പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചാൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുമെന്നാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തഖ്വയുള്ളവരായി മാറുക, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, ഹറാമുകളിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. പരലോകത്തെ പേടിച്ച്, നരകത്തെ പേടിച്ച്, അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയന്ന്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുമെന്നാണ്. അള്ളാഹു സൂറത്തു ആല ഇംറാനിലെ 14-15 ആയത്തിൽ പറയുന്നു, സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ والبنين والقناطر المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. തീർച്ചയായും മനുഷ്യർക്ക് ഭാര്യമാർ, മക്കൾ, കൂമ്പാരമായി കൂട്ടപ്പെട്ട സ്വർണം, വെള്ളി, മേച്ചരം, കുതിരകൾ, കൃഷിയിടങ്ങൾ,
കന്നുകാലികൾ, ഇതൊക്കെ അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹുവിന്റെ അടുക്കലാകുന്നു ഏറ്റവും നല്ല പര്യവസാനം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, നബിയെ പറയുക, ഇതിനേക്കാളും ഖൈറായത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, തന്റെ റബ്ബിനെ സൂക്ഷിക്കുന്ന ആളുകൾ, അവർക്ക് ആ റബ്ബിന്റെ അടുക്കൽ ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളുണ്ട്. ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളായിരിക്കും. വഅസ്വാജും മുതഹ്ഹറ, പരിശുദ്ധരായ ഇണകളും അവർക്കുണ്ടായിരിക്കും. വറിദ്വാനും മിനല്ലാഹ്, ഇതിനൊക്കെ പുറമെ അല്ലാഹുവിന്റെ സംതൃപ്തിയും അവർക്കുണ്ടായിരിക്കും, അല്ലാഹുവിന്റെ തൃപ്തിയും അവർക്കുണ്ടായിരിക്കും. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അല്ലാഹു തആല തന്റെ ദാസന്മാരെ കണ്ടറിയുന്നവനാകുന്നു. സ്വഹീഹ് ബുഖാരിയിലെ സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യർളാ ലക്കും സലാസ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് 3 കാര്യങ്ങൾ തൃപ്തിപ്പെടുന്നു. വയക്റഹു ലക്കും സലാസ, 3 കാര്യങ്ങൾ അവൻ വെറുക്കുകയും ചെയ്യുന്നു. ഫയർളാ ലക്കും അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈആ വഅൻ തഅതസിമൂ ബിഹബിലില്ലാഹി ജമീആ വലാ തഫറഖൂ. അല്ലാഹു തൃപ്തിപ്പെടുന്നത് അല്ലാഹുവിനെ ആരാധിക്കുക എന്നതും അല്ലാഹുവിൽ യാതൊരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാശത്തെ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക എന്നതും ഭിന്നിക്കാതിരിക്കുക എന്നതുമാകുന്നു അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത്, അവൻ തൃപ്തിപ്പെടുന്നത്. വയക്റഹു ലക്കും ഖീല വഖാൽ, കേട്ടതും കേൾക്കപ്പെട്ടതും അഥവാ കണ്ടതും കേട്ടതും പറയുക എന്ന് അല്ലാഹു തആല വെറുക്കുന്നു. ഒരു സംഗതി ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാതെ, ഉള്ളതാണോ അല്ലാത്തതാണെന്ന് മനസ്സിലാക്കാതെ ആളുകൾ ഒരു വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ ആ വാർത്ത പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്, ആ രൂപത്തിൽ കേട്ടതും കേൾക്കപ്പെട്ടതും അല്ലെങ്കിൽ കണ്ടതും കേട്ടതും പറയുന്നവരെ അല്ലാഹു വെറുക്കുന്നു. അധികരിച്ച ചോദ്യങ്ങൾ, അമിതമായ ചോദ്യം ഒരു വിശ്വസിക്കുണ്ടാവാൻ പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറഞ്ഞു, അല്ലാഹ് നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു സ്വഹാബി ചോദിച്ചു, അകുല്ല ആമി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണമെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിണ്ടിയില്ല. 3 തവണ ആവർത്തിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനെങ്ങാനും അതേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് എല്ലാ വർഷവും നിർബന്ധമാകുമായിരുന്നു. അതുകൊണ്ട് ദറൂനി മാ തറക്തുക്കും, ഞാൻ വിട്ടേച്ചത് നിങ്ങൾ എന്നെ ഒഴിവാക്കുക. ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബികസുറതി സുആലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഹിം, നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചത്, ബനൂ ഇസ്രായേലുകാരെ നശിപ്പിച്ചതൊക്കെ അവരുടെ അധികരിച്ച ചോദ്യങ്ങളാണ് എന്നാണ്. അപ്പോൾ കസുറത്തു സുആൽ അല്ലാഹു വെറുക്കുന്നു. പിന്നെ പറഞ്ഞതെന്താ? വഇളാഅത്തുൽ മാൽ, സമ്പത്ത് ദുർവ്യായം ചെയ്യുക, ദൂർത്തടിക്കുക. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാതീൻ, ദൂർത്തടിക്കുന്നവർ ശൈത്വാന്റെ മിത്രങ്ങളാകുന്നു എന്ന് സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തൃപ്തിപ്പെടുന്ന മറ്റൊരു കാര്യമാണ് അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. ദിക്ർ ഉരുവിടുക. ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഉറൂബിഹാ വമിൻ ആനാഇൽ ലൈലി വസബ്ബിഹ് അത്റാഫൻ നഹാർ ലഅല്ലക തർളാ. അവർ പറയുന്ന വിഷയത്തിൽ നീ ക്ഷമിക്കുക, നിന്റെ ശത്രുക്കളുടെ സംസാരത്തിൽ നീ ക്ഷമ കൈകൊള്ളുക. ഖബ്ല തുലൂ വസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിന്റെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുക. ഖബ്ല തുലൂഇ ശംസ്, സൂര്യോദയത്തിന് മുമ്പ്. വഖബ്ല ഉറൂബിഹാ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും. വമിൻ ആനാഇൽ ലൈൽ, രാത്രിയുടെ ഭാഗങ്ങളിലും. ഫസബ്ബിഹ് അത്റാഫൻ നഹാർ, പകലിന്റെ ഭാഗങ്ങളിലും അവനെ നീ പ്രകീർത്തിക്കുക. ലഅല്ലക തർളാ, നിനക്ക് അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചേക്കാം. സൂറത്തു തോഹയിലെ 130-ാമത്തെ ആയത്താണ്. അപ്പോൾ ദിക്റുകൾ ഉരുവിടുക. അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും വഅർദാഹ ഇൻദ മലീകികും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഖൈറായതും നിങ്ങൾ ഉടമപ്പെടുത്തുന്നതിലേറെ തൃപ്തകരമായതും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാമെന്ന് പറഞ്ഞ നബി പറയാണ്,
അത് ദിക്റുള്ളയാണ്, അള്ളാഹുവിനെ ഓർക്കലാകുന്നു എന്നാണ്. വല ദിക്റുല്ലാഹി അക്ബറുൻ, അള്ളാഹിനെ ഓർക്കുക എന്നതാകുന്നു ഏറ്റവും വലിയ കാര്യമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹജ്ജ് കഴിഞ്ഞ ആളുകളോട് അല്ലാഹു പറഞ്ഞു, ഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ. ഹജ്ജ് കഴിഞ്ഞാലും നിങ്ങൾ അല്ലാഹനെ ഓർക്കണം, നിങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നത് പോലെ. ഔ അശദ്ദ ദിക്റാ, അല്ല അതിനേക്കാളും ശക്തമായ രൂപത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണമെന്നാണ്. അല്ലാഹനെ ഓർക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നു. മറ്റൊന്ന് സ്വഹാബത്തിന്റെ മാർഗം അനുധാവനം ചെയ്യുക. കാരണം സ്വഹാബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. മുഹാജിറുകളിൽപ്പെട്ട അൻസാറുകളിൽപ്പെട്ട ആ സ്വഹാബിമാർ, അവരെപ്പറ്റി അല്ലാഹു പറയാണ്, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. സ്വാഭാവികമായി അവരുടെ മാർഗം അനുധാവനം ചെയ്യുന്ന ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിക്കുന്ന ആളുകളായിരിക്കും. ഏതൊരായത്തും ഏതൊരു ഹദീസും സ്വഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് അപ്രകാരം മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സ്വഹാബിമാരുടെ പേര് പറയുമ്പോൾ തന്നെ റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു അവരെ തൃപ്തിപ്പെടട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതവർക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ സ്ഥാനമാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക, അവർക്ക് പുണ്യം ചെയ്യുക, അവരെ പരിഗണിക്കുക, അവരെ പരിചരിക്കുക, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കുക. കാരണം അല്ലാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. റിളർ റബ്ബി ഫീ റിളൽ വാലിദി വസഖ്തുർ റബ്ബി ഫീ സഖ്തിൽ വാലിദ്. സമാനമായ ഒരുപാട് ഹദീസുകൾ കാണാൻ കഴിയും. അല്ലാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അല്ലാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും മാതാപിതാക്കളെ അനുസരിക്കേണ്ട ബാധ്യത മക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അവരെ വെറുപ്പിച്ചുകൊണ്ട് ഒരാൾക്കും സ്വർഗം നേടാൻ കഴിയില്ല. സ്വർഗം നേടണമെങ്കിൽ അല്ലാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ കാരുണ്യവും അനിവാര്യമായി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ, അവരുമായി ഏറ്റവും നല്ല രൂപത്തിൽ സഹവസിക്കുവാൻ, അവർക്ക് താങ്ങും തണലുമായി മാറുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നമ്മൾ തയ്യാറായാൽ, നമസ്കാരം നിലനിർത്തിയാൽ, സക്കാത്ത് നൽകിയാൽ, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ചാൽ അത്തരം ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅദുഹും ഔലിയാഉ ബഅദ്, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അന്യോന്യം മിത്രങ്ങളാകുന്നു. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ സദാചാരം കൽപ്പിക്കുന്നു, അവർ ദുരാചാരം വിലക്കുന്നു. വയുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത്, അവർ നമസ്കാരം നിലനിർത്തുന്നു, അവർ സകാത്ത് കൊടുക്കുന്നു. വയുതീഊന അല്ലാഹ വറസൂലഹ, അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും അവർ അനുസരിക്കുന്നു. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവരെ അല്ലാഹു തആല അവർക്ക് കാരുണ്യം ചൊരിയുന്നു. ഇന്നല്ലാഹ അസീസുൻ ഹകീം, തീർച്ചയായും അല്ലാഹു ഏറെ ഇസ്സത്തുള്ളവനും ഏറെ ഹിക്മത്തുള്ളവനുമാകുന്നു, അവൻ പ്രതാപിയും യുക്തിമാനുമാകുന്നു. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുണ്ട്. വമസാകിന ത്വയ്യിബ, ഏറെ പവിത്രമായ ഭവനങ്ങളും അവർക്കുണ്ട്. ഫീ ജന്നാത്തി അദ്നിൻ, സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പുകളും അവർക്കുണ്ട്. വറിദ്വാനും മിനല്ലാഹി അക്ബർ, ഏറ്റവും പ്രധാനമായി ഏറ്റവും വലിയ പ്രതിഫലമായി അല്ലാഹുവിൻ്റെ തൃപ്തിയും അവർക്കുണ്ട്. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാകുന്നു ഏറ്റവും മഹത്തായ വിജയം. സൂറത്തു തൗബയിലെ 71-ാമത്തെ ആയത്ത്. പ്രിയമുള്ളവർ, അല്ലാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ വേണ്ടി ജീവിതം ക്രമീകരിക്കാൻ നാം തയ്യാറാവുക. അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിക്കണേ എന്ന് സ്വന്തം കാര്യം വിസ്മരിക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ തൃപ്തി നേടാൻ മറ്റൊരു കാര്യം നമ്മൾ സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യാൻ തയ്യാറാവുക. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരിൽപ്പെട്ട 3 വ്യക്തികൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അതിലൊരു വ്യക്തി വെള്ളപ്പാണ്ട് രോഗിയാണ്, രണ്ടാമത്തവൻ കഷണ്ടിക്കാരനാണ്, മൂന്നാമത്തവൻ അന്ധനാണ്. ഈ 3 വ്യക്തികളെ പരീക്ഷിക്കാൻ വേണ്ടി മലക്കിനെ പറഞ്ഞയച്ചു. ആദ്യം മലക്ക് ഈ വെള്ളപ്പാണ്ട് രോഗിയുടെ അടുത്ത് ചെന്നു. അയാളോട് പറഞ്ഞു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനോഹരമായ തൊലി വേണം, എൻ്റെ ചർമ്മം മുഴുവനും രോഗമാണ്, എനിക്ക് ഈ രോഗത്തിന് ശമനം വേണം. മലക്ക് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അയാളുടെ രൂപം മാറി, ഇയാൾ ഏറ്റവും നല്ല ചർമ്മമുള്ള വ്യക്തിയായി മാറി. നിനക്കെന്തോ വേണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കൊരു ഒട്ടകത്തെ വേണം. വലിയ ഒരു ഒട്ടകത്തെ തന്നെ, ഗർഭിണിയായ ഒരു ഒട്ടകത്തെ തന്നെ മലക്ക് അയാൾക്ക് കൊടുത്തു. അവിടെ നിന്ന് മലക്ക് പോയി രണ്ടാമത് കഷണ്ടിക്കാരനായ വ്യക്തിയുടെ അടുത്തേക്ക് പോയപ്പോൾ അയാൾ ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അയാൾ പറഞ്ഞു, എനിക്ക് മനോഹരമായ മുടികൾ വേണം. അങ്ങനെ മലക്ക് പ്രാർത്ഥിച്ചു, അയാൾക്ക് മുടികൾ വന്നു. നീ എന്താഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. അയാൾക്ക് ഒരു പശുവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ പശുവിനെ കൊടുത്തു. അങ്ങനെ മലക്ക് ഇവിടുന്ന് പോന്നു. മൂന്നാമതായി അന്ധൻ്റെ അടുത്ത് പോയി. അന്ധനായ വ്യക്തിനോട് ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാഴ്ച ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അയാൾക്ക് കാഴ്ച ശക്തി തിരിച്ചു ലഭിച്ചു. അതുപോലെ തന്നെ നീ എന്താഗ്രഹിക്കുന്നു ചോദിച്ചപ്പോൾ എനിക്കൊരു ചെറിയ ആട്ടിനെ മതി എന്ന് പറഞ്ഞു. മലക്ക് ഒരു ആട്ടിനെയും കൊടുത്തു. പിന്നീട് ഈ ഒട്ടകക്കാരനും ഈ പശുവിൻ്റെ ആളും ഈ ആട് ലഭിച്ച ഈ അന്ധനായിരുന്ന വ്യക്തിയുമൊക്കെ ധനാഢ്യന്മാരായി മാറി. ഒട്ടകത്തിൻ്റെ കൂമ്പാരം ഒന്നാമത്തെ വ്യക്തിക്കും, രണ്ടാമത്തെ വ്യക്തിക്ക് പശുക്കളുടെ കൂമ്പാരവും, മൂന്നാമത്തെ വ്യക്തിക്ക് ആട്ടുകളുടെ കൂമ്പാരവും ലഭിച്ചു. മലക്ക് വീണ്ടും കടന്നു വന്നു ഒരു യാചകന്റെ രൂപത്തിൽ ഒട്ടകക്കാരൻ്റെ അടുത്തേക്ക്. നിനക്കല്ല നൽകിയ സമ്പത്തിൽ നിന്ന് ഒരു ഒട്ടകത്തെ എനിക്ക് തരണം. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ തരികയില്ല, എനിക്ക് നൽകാൻ കഴിയില്ല, കാരണം ഇതൊക്കെ ഞാൻ അധ്വാനിച്ചതാണ്. മലക്ക് പറഞ്ഞു, നീ പറയുന്നത് കളവാണ്. ഒരു കാലത്തൊന്നുമല്ലാത്ത നീ, ദരിദ്രനായ നിന്നെ സമ്പന്നനാക്കിയത് അല്ലാഹുവാണ്. അതുകൊണ്ട് നീ അല്ലാഹനെ മറക്കരുത്, നിന്റെ സമ്പത്ത് നീ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. അയാൾ അതിന് തയ്യാറായില്ല. മലക്ക് പറഞ്ഞു, നീ പറഞ്ഞത് കളവാണെങ്കിൽ നിന്റെ പഴയ അവസ്ഥ ആവർത്തിക്കട്ടെ. അയാളുടെ രോഗം തിരിച്ചു വന്നു, സമ്പത്തൊക്കെ നശിച്ചു. പശുവിൻ്റെ ഉടമസ്ഥൻ്റെ കാര്യവും തദൈവ അപ്രകാരം തന്നെ സംഭവിച്ചു. പിന്നെ ആട്ടിൻ്റെ ആളെടുത്ത് പോയി. ഒരുപാട് ആടുകളെ ലഭിച്ച ആ വ്യക്തിനോട് മലക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആട്ടിൻ കൂട്ടത്തിൽ നിന്നൊരു ആടിനെ തരണം. അയാൾ പറഞ്ഞു, ഒരാടിനല്ല, മുഴുവൻ എടുത്തോ, എനിക്കൊരു പ്രശ്നവുമില്ല, കാരണം ഒന്നുമല്ലാത്ത എന്നെ അനുഗ്രഹം നൽകി ആദരിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് എൻ്റെ മുഴുവൻ ആട്ടിൻ പറ്റത്തെയും നീ എടുത്താലും എനിക്ക് മനസ്സിൽ യാതൊരു പ്രയാസവുമില്ല എന്ന് പറഞ്ഞപ്പോൾ മലക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് അല്ലാഹുവിൻ്റെ പരീക്ഷണമായിരുന്നു. ഫഖദ് റുളിയ അൻക, നിന്നെ റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വസുഖിത അലാ സ്വാഹിബൈക്, നിന്റെ 2 സുഹൃത്തുക്കളോട് അല്ലാഹു തആല കോപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവർ, അള്ളാഹിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചാൽ അള്ളാഹിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹ്ക്ക് നമ്മൾ നന്ദി ചെയ്യണം. വഇൻ തശ്കുറൂ യർദഹു ലക്കും, നിങ്ങൾ നന്ദി ചെയ്താൽ അള്ളാഹ് അത് തൃപ്തിപ്പെടുന്നു. നന്ദി കേട് കാണിക്കുന്നത് അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, അവൻ തൃപ്തിപ്പെടുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ടായിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും അള്ളാഹിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച്, അള്ളാഹിൻ്റെ സ്വർഗം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.
അള്ളാഹിൻ്റെ തൃപ്തി നേടാൻ ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയും. അതിൽപ്പെട്ട മറ്റൊന്നാണ് ദന്തശുദ്ധീകരണം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദന്തശുദ്ധീകരണം, പല്ല് തേക്കുക എന്നത് മത്ഹറത്തുൻ ലിൽ ഫം, അത് വായക്കൊരു ശുദ്ധിയാണ്. മർളാത്തുൻ ലിർറബ്ബ്, റബ്ബിൻ്റെ അടുക്ക ഏറ്റവും തൃപ്തിയുള്ള കാര്യമാകുന്നു എന്നാണ്. അസ്സിവാക്ക്, റസൂൽ പറഞ്ഞെന്താ, ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുദൂഇൻ, എല്ലാ വുദൂഇൻ്റെ സമയത്തും സിവാക്കിന്, ദന്തശുദ്ധീകരണത്തിന് ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്നാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒന്നും ഞാൻ അനുഷ്ഠിക്കില്ല എന്ന ദൃഢമായ പ്രതിജ്ഞ എടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എൻ്റെ ശരീരത്തിലോ എൻ്റെ കുടുംബത്തിലോ ഞാനുമായി ബന്ധപ്പെടുന്ന ആളുകളിലോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വല്ലതുമുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ഞാൻ ശ്രമിക്കുമെന്ന ഒരു ദൃഢപ്രതിജ്ഞ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടതുണ്ട്. നമ്മുടെ വസ്ത്രധാരണയാകട്ടെ, നമ്മുടെ സംസാരമാകട്ടെ, നമ്മുടെ പെരുമാറ്റമാകട്ടെ, നമ്മുടെ ഭക്ഷണ രീതിയാകട്ടെ, എന്തു തന്നെയാണെങ്കിലും അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഒന്നും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയില്ല എന്ന് നമ്മൾ തീരുമാനമെടുത്ത് അങ്ങനെ ജീവിക്കുവാൻ തയ്യാറാവുക. അല്ലാഹു തആല നാം ഏവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, അറിഞ്ഞതും അറിയാത്തതുമായ സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, കുടുംബപരമായി ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ആളുകളുണ്ട്, സന്താനപരമായി വേദനകൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവരുടെ പരീക്ഷണങ്ങളിൽ പതറാതെ അടിയുറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരം മാരകമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാളൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും വളരെ കുറച്ച് പേർ മാത്രം സ്വർഗത്തിലേക്കും പോകുമ്പോൾ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ അല്ലാഹു തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، وأذل الشرك والمشركين، وأذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين.